ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കൊല്ലം കുണ്ടറയിലെ ഭക്ഷ്യവിഷബാധയിൽ ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. മാമൂട് കുറ്റിയിൽ ഹോട്ടൽ ഉടമ മൻസൂറിനെതിരെയാണ് കേസ്. പഴക്കം ചെന്ന ബീഫ് റോസ്റ്റ് കടയുടമ മനഃപൂർവ്വം വിൽപ്പനയ്ക്കായി കരുതി വെച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടൽ അടപ്പിക്കുകയും ചെയ്തു. ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ഒരു കുടുംബത്തിലെ 7 പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ 7 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. അതിലൊരാൾക്ക് ഗുരുതരാവസ്ഥയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹോട്ടലിൽ എന്തായിരുന്നു ആ പഴകിയ ഭക്ഷണം എന്ന് കൂടി കണ്ടെത്തിയിരിക്കുന്നു അല്ലേ? അതായത് സ്മൃതി, കഴിഞ്ഞ ദിവസം നമ്മളാണ് ഈ ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിടുന്നത്. പിന്നീടാണ് എന്തായാലും കുടുംബം പരാതി നൽകിയും ആ പരാതിയിൽ കുണ്ടറ പോലീസ് നിലവിൽ കേസെടുക്കുകയും ചെയ്തു. മാമൂട് കുറ്റിയിൽ റെസ്റ്റോറന്റ് ഉടമ മൻസൂറിനെതിരെയാണ് ഇപ്പോൾ കുണ്ടറ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കടയുടെ പേരും കടയുടമയുടെ പേരും ഒക്കെ വെച്ചുകൊണ്ടുള്ള വിശദമായ ഒരു FIR ആണ് പോലീസിന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ പഴക്കം ചെന്ന ബീഫ് റെസ്റ്റോറന്റ് ഉടമ മനഃപൂർവ്വം വിൽപ്പനയ്ക്കായി വെച്ചു. ഭക്ഷണം കഴിച്ചതുമൂലം ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്ന FIR-ൽ പരാമർശമുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിലെ 7 പേരാണ് ഈ കടയിൽ നിന്ന് ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ച് ആരോഗ്യസ്ഥിതി മോശമാകുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഇതിൽ ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാകുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് മൂലം മോശമായ ഭക്ഷണം കഴിച്ചത് മൂലമാണ് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് തന്നെയാണ് പോലീസിന്റെ FIR പറയുന്നത്. എന്തായാലും ഇവർ ചികിത്സയിൽ തുടരുകയാണ്. ഇതിനിടയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഹോട്ടലിന് നോട്ടീസ് നൽകുകയും ഹോട്ടൽ അടച്ച് പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർമാരുടെ ഉൾപ്പെടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇത് ഭക്ഷ്യവിഷബാധയാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എന്തായാലും നടത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ റിപ്പോർട്ട് അധികം വൈകാതെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ലഭിക്കും. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് ഈ കുടുംബം ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയും പിന്നീട് വീട്ടിൽ തിരിച്ചെത്തി തിങ്കളാഴ്ച രാവിലെയോടുകൂടിയാണ് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. പിന്നാലെ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി ട്രിപ്പ് ഇടുകയും മറ്റും ചെയ്തു. പിന്നീട് ഗുരുതരമായ സാഹചര്യത്തിലാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വിവരങ്ങളൊക്കെ തന്നെ വാർത്ത നൽകിയിരുന്നു. പിന്നാലെ നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനം, നിയമ സംവിധാനമൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുകയും നിലവിൽ ആ ഹോട്ടൽ പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് പോലീസും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഈ വിഷയത്തിൽ പറയുന്നത്. സ്മൃതി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.